നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉച്ചയ്ക്ക് സൗദിയിലെത്തും. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക സൗദി സന്ദർശനത്തിനായി ചൊവ്വാഴ്ച ജിദ്ദയിലെത്തും. ഉച്ചയ്ക്ക് 12:40 ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്ന പ്രധാനമന്ത്രി നേരെ റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിലേക്ക് പുറപ്പെടും. ഉച്ചയ്ക്ക് 2 മുതൽ 2:30 വരെ ക്ഷണിക്കപ്പെട്ട ഇന്ത്യൻ സാമൂഹിക പ്രതിനിധികളുടെ യോഗത്തെ അഭിസംബോധന ചെയ്യും. 3:30 മുതൽ 6:30 വരെ സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനുമായി ജിദ്ദയിലെ അൽസലാം പാലസിൽ കൂടിക്കാഴ്ച നടത്തും. സുപ്രധാന കരാറുകളിൽ ഒപ്പിടുമെന്ന് സൂചന. 2016-ലും 2019-ലും സൗദി സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ 6 വർഷത്തിനു ശേഷമുള്ള 3ാമത്തെ സൗദി സന്ദർശനമാണിത്. സൗദി കിരീടാവകാശി സൽമാന്റെ ക്ഷണമനുസരിച്ചാണ് ദ്വിദിന സന്ദർശനം. സൗദി കിരീടാവകാശിയുമായി കൂടിക്കാഴ്ച തന്നെയാണ് പര്യടനത്തിലെ പ്രധാന പരിപാടി. ആമയൂർ കൂട്ടക്കൊലപാതകം പ്രതി റജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ആമയൂർ കൂട്ടക്കൊലപാതക കേസിൽ പ്രതി റജികുമാറിന്റെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കി. ഭാര്യയെയും 4 മക്കളെയും കൊലപ്പെടുത്തിയ കേസിലാണ് നടപടി. പ്രതിക്ക് മാനസാന്തരം സംഭവിച്ചെന്ന് വിലയിരുത്തിയാണ് സുപ്രീം കോടതിയുടെ നടപടി. 2008 ജൂലൈ മാസത്തിലായിരുന്നു കൊലപാതകങ്ങൾ നടന്നത്. ഭാര്യ ലിസി, മക്കളായ അമല്യ, അമൽ, അമലു, അമന്യ എന്നിവരെ റജികുമാർ കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകത്തിന് മുമ്പ് മൂത്ത മകളെ റജികുമാർ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. 2009-ലാണ് റജികുമാറിന് പാലക്കാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചത്. 2014-ൽ ഹൈക്കോടതി കീഴ്ക്കോടതി വിധി ശരിവെക്കുകയും ചെയ്തു. 15 വയസ്സുകാരായ 3 ആൺകുട്ടികളെ കാണാനില്ലെന്ന് പരാതി. മലപ്പുറം പൊന്നാനിയിൽ നിന്ന് 15 വയസ്സുകാരായ 3 ആൺകുട്ടികളെ കാണാനില്ലെന്ന് പരാതി. ഞായറാഴ്ച മുതലാണ് 3 പേരെയും കാണാതായത്. കുട്ടികളെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. പൊന്നാനി സ്വദേശികളാണ് 3 പേരും. മംഗളകത്ത് വീട്ടിൽ സാദിഖിന്റെ മകൻ ഷാനിഫ്, യൂസ്പാനകത്ത് വീട്ടിൽ നൌഷാദിന്റെ മകൻ കുഞ്ഞുമോൻ, മച്ചിലകത്ത് വീട്ടിൽ സിറാജിന്റെ മകൻ റംനാസ് എന്നിവരെയാണ് കാണാതായത്. 3 പേരും 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. 3 സ്കൂളുകളിലാണ് അവർ പഠിക്കുന്നത്. കുട്ടികൾ ബംഗളൂരുവിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്നാണ് വീട്ടുകാർ പോലീസിനെ അറിയിച്ചിരിക്കുന്നത്. കുട്ടികളിൽ ഒരാൾ ബംഗളൂരുവിലേക്ക് പോയി അടിച്ചു പൊളിക്കണമെന്ന് ബന്ധുവിനോട് പറഞ്ഞു എന്നാണ് വിവരം. തിരൂരിൽ 15-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ചു. വീഡിയോ പകർത്തിയത് ഭർത്താവിന്റെ സഹായത്തോടെ. യുവതി അറസ്റ്റിൽ. മലപ്പുറം തിരൂരിൽ 15-കാരനെ ലൈംഗികമായി പീഡിപ്പിച്ച യുവതി പോക്സോ കേസിൽ അറസ്റ്റിൽ. പീഡനശേഷം വീഡിയോ പകർത്തി കുട്ടിയെ യുവതി ഭീഷണിപ്പെടുത്തുകയായിരുന്നു. പാലക്കാട് കല്ലടിക്കോട് സ്വദേശി സത്യഭാമയാണ് അറസ്റ്റിലായത്. യുവതിയുടെ ഭർത്താവിന്റെ അറിവോടെയായിരുന്നു കുട്ടിയെ പീഡിപ്പിച്ചത്. പീഡന ദൃശ്യങ്ങൾ പകർത്തിയത് യുവതിയുടെ ഭർത്താവ് തിരൂർ BP അങ്ങാടി സ്വദേശി സാബിക്കായിരുന്നു. ഇയാൾ ഒളിവിലാണ്. സാബിക്കും സത്യഭാമയും ലഹരിക്ക് അടിമകളാണ്. കുട്ടിക്കും ഇവർ ലഹരി കൊടുക്കാൻ ശ്രമിച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. പീഡന ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി കുട്ടിയുടെ കയ്യിൽ നിന്നും ഇവർ പണം വാങ്ങിയിരുന്നു. റോക്കറ്റ് കുതിപ്പിൽ സ്വർണ്ണവില 75,000-ലേക്ക്. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ചരിത്രത്തിൽ ആദ്യമായി പവന് 75,000 എന്ന തലത്തിലേക്കാണ് സ്വർണ്ണവില നീങ്ങുന്നത്. ഇന്ന് ഒറ്റയടിക്ക് 2,200 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ പവൻ വില 74,000 കടന്ന് പുതിയ ഉയരം കുറിച്ചിരിക്കുകയാണ്. 74,320 രൂപയാണ് 1 പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് 275 രൂപയാണ് വർദ്ധിച്ചത്. 9,290 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. ഉടൻ തന്നെ ഗ്രാം വില 10,000 കടക്കുമെന്നാണ് വിപണി വിദഗ്ധർ പറയുന്നത്.